ഹായ്. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ നോക്കിയാലോ? അതും കിടിലൻ വീഡിയോ ആണ് കേട്ടോ. പൂരി ഉണ്ടാക്കാനാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ പൂരി തയ്യാറാക്കാനാണ് നോക്കുന്നത്. നമുക്കിത് കൈകൊണ്ട് കുഴയ്ക്കണ്ട, പരത്തണ്ട, ഒന്നും വേണ്ട. നമ്മത് ഇതുപോലെ കോരി ഒഴിച്ച് തയ്യാറാക്കാൻ പൂരി എങ്ങനെയാണെന്ന് നോക്കാം. ഈ പൂരി തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ഒരു കുഞ്ഞു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ തൈരെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് വേറൊരു വലിയ മിക്സിംഗ് ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഒരു ചെറിയ ബൗളാണ്, അതിന് 1 ബൗൾ ഗോതമ്പ് മാവും ചേർത്ത് അതിലാവശ്യമായ ഉപ്പും ചേർത്ത് ഒരല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് എന്നിട്ട് നമ്മൾ കലക്കി വെച്ച തൈരിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുഴയ്ക്കുക. ഇതിപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കണമെന്നില്ല, കട്ടയില്ലാണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചോ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട വരാതിരിക്കാൻ കൈകൊണ്ട് കുഴച്ചെന്നേ ഉള്ളൂ. അത്രയും കുഴച്ചതിന് ശേഷം നമ്മൾ ഏതിലാണോ ഗോതമ്പ് മാവ് എടുത്തത് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം റവ കൂടി ചേർത്ത് കൊടുക്കുക. റവയും കൂടെ ചേർത്തിട്ട് ഇതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടയില്ലാണ്ട് വരണം, അത് സ്പൂൺ കൊണ്ടായാലും മതി, ഒട്ടും കട്ട വരരുത്. ഇതുപോലെ കുഴച്ചിട്ട് ഈ പരുവത്തിലാവും. ഈ കട്ടിയായിട്ടായിരിക്കും ഈ പരുവ വരുന്നത്. ഈ പരുവത്തിലാകുമ്പോൾ നമുക്കതിനെ അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പൂരിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറി തയ്യാറാക്കാം. അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് അല്പം ഒരു മുളക് അതും ഇട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് ഞാൻ 2 സവാളയും പച്ചമുളകും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. അതൊന്ന് ഇളക്കി ഒന്ന് കളർ മാറി വരണം. അതായത് ഒരു 2 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആ സമയത്തേക്ക് ഞാനൊരു 3 പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അതരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ഈ പരുവത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്തെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അതൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് അതിനെ ഒന്ന് വേവാനായിട്ട് അടച്ചു വെച്ചു. ഉപ്പിൻ്റെയും തക്കാളിയുടെയൊക്കെ നീരിറങ്ങി അതൊന്ന് വേവാനാണ്. എന്നിട്ട് ഇടയ്ക്കെടുത്ത് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പകുതി കൂടുതൽ വെന്ത പരുവായപ്പോൾ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തു, അല്പം മുളക് പൊടി, മല്ലിപ്പൊടി ഒരു സ്വല്പം കൂടുതൽ ചേർത്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് ഒരല്പം ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പച്ച മണം മാറി ആ ഉരുളക്കിഴങ്ങ് ഉള്ളിയായിട്ടൊക്കെ പിടിച്ച് വരാനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒരല്പം തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്തു. ആ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കറി ഇറക്കി മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരല്പം മല്ലിയില നമുക്ക് ഇഷ്ടമാണെങ്കിൽ അല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് അതിലേക്കിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഈ പൂരിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറി റെഡിയാവും. കാരണം 5 മിനിറ്റ് കൊണ്ട് ഇത് നമുക്കങ്ങ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് നോക്കാം. മാവ് തുറന്ന് നോക്കുമ്പോൾ മാവ് നല്ല കട്ടിയായിരിക്കും, കാരണം റവ ചേർത്തതുകൊണ്ട് റവ കുതിർന്നിട്ടാണ് ഈ കട്ടിയാവുന്നത്. നമുക്ക് ഈ കട്ടിക്ക് പോരാ, കുറച്ചുകൂടെ വെള്ളം വേണം. നല്ല ദോശമാവ് പരുവത്തിലേക്ക് മാവ് മാറണം. അതിനനുസരിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് മാവ് ഇതേ ലൂസ് ഈ പരുവമായിട്ട് ഇരിക്കണം. ഇനി പോരാത്ത ഉപ്പുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് മാവ് കറക്റ്റ് പരുവായിരിക്കണം. ഇതേ പരുവത്തിൽ തന്നെ മാവ് വരണം. എന്നിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ സമയത്ത് ഞാൻ ഇതുപോലൊരു പരന്ന പ്ലേറ്റ് എണ്ണയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തു. കാരണം നമ്മൾ മാവ് ഒഴിക്കുന്നത് ഈ പ്ലേറ്റിൻ്റെ നടുക്ക് വേണം ഒഴിക്കാനായിട്ട്. പ്ലേറ്റ് നന്നായിട്ട് ചൂടാവണം. എണ്ണയിൽ തിളച്ചതിന് ശേഷമേ മാവ് ഒഴിക്കാവുള്ളൂ. അതിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. കുറേശ്ശെ ഇങ്ങനെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൂരിയാണ്, ലോ ഫ്ലെയിമിൽ തയ്യാറാക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ പൂരിക്കുള്ള ഫ്ലെയിം പോകണം. കാരണം ഒഴിക്കുമ്പോൾ അപ്പോൾ തന്നെ മൂത്ത് വരണം. ലോ ഫ്ലെയിം ആകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ കുടിക്കും, വെന്ത് വരാൻ താമസം എടുക്കും. അത്രയും നോക്കരുത്. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈയിലേക്ക് മാറിക്കൊള്ളണം. അത് തനിയെ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. നമുക്കിതിനെ മറിച്ചിട്ടിട്ട് 2 വശവും നോക്കുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. കാരണം ഈ പാത്രം കിടക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ പാത്രത്തിൽ മാവ് ഒഴിക്കുമ്പോൾ ആ പാത്രത്തിനകത്ത് നിന്ന് ഇത് വെന്ത് പൊങ്ങി വരും.
നമ്മൾ അല്ല പാത്രമില്ലാതെ എണ്ണയിലേക്ക് നേരിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ പിന്നി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം ഒരെണ്ണം ഒഴിച്ചപ്പോൾ അങ്ങനെയാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഒഴിച്ചത്, പാത്രം വെച്ചിട്ട് ചെയ്തത്. നമുക്ക് വലിയ പൂരിയാണ് വേണ്ടതെങ്കിൽ നമ്മളൊരു കുറച്ച് വലിയ പാത്രത്തിൽ വലിയ പ്ലേറ്റ് ഇട്ടിട്ട് ഒഴിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ചെറുതായിട്ടാണ് തയ്യാറാക്കിയത്. നമ്മൾ ഒരു സാധാരണ പപ്പടത്തിൻ്റെ വലിപ്പമേ ഈ പൂരിക്കുള്ളൂ. ആ വലിപ്പത്തിലാണ് ഞാൻ ഈ പൂരി തയ്യാറാക്കിയെടുത്തത്. പാത്രത്തിൽ നേരിട്ടൊഴിച്ചാൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. കാരണം 5 മിനിറ്റ് മതി ഈ പൂരി തയ്യാറാക്കാനായിട്ട്. മാവ് ഈ കൈകൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതെല്ലാം കൂടെ ജാറിലേക്ക് ഇടൂ. മിക്സിയുടെ ജാറിൽ ഒരു കറക്കി എടുത്താൽ മതി, നമുക്ക് പൂരിയുടെ മാവ് റെഡിയായി. ദോശയുടെ മാവ് തയ്യാറാക്കുന്നതാണെങ്കിൽ അതിലൊന്ന് അരച്ചെടുത്ത് നമുക്ക് അപ്പോഴത്തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഈ പൂരി. കാരണം കൈ കൊണ്ട് പരത്തണ്ട, കുഴയ്ക്കേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ഒരു പാടുമില്ല. അങ്ങോട്ട് മാവ് കലക്കി നമുക്ക് എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ, ചുട്ടെടുക്കാം. ഇതേപോലെ നമ്മൾ എത്ര ഈസി ആയിട്ട് പൂരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും കരുതിയതല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ അത് ഇത്രയും നല്ല രീതിയിലാവുമെന്ന് ഞാനും കരുതിയതല്ല. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എത്ര ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നത്. എണ്ണയൊന്നും അധികം കുടിക്കില്ല, കാരണം തൈരും പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഈ പൂരി നല്ല സോഫ്റ്റ് ആവും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ മാവിലും ചേർക്കാവുന്നതാണ്. അതുപോലെ ഭയങ്കര സോഫ്റ്റാക്കി തയ്യാറാക്കാം. ഈ നോക്കൂ, ഇങ്ങനെ എല്ലാ പൂരിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ആ പൂരിക്ക് ഞാൻ തയ്യാറാക്കിയ കറി വെച്ച് ഞാൻ ഈ പൂരി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. എത്ര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇതാ നോക്കിയേ, എത്ര സോഫ്റ്റായിട്ട് നമുക്ക് സാധാ പൂരി പോലെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. സപ്പോർട്ട് ചെയ്യണേ.